മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ ED അന്വേഷണം. ചിന്നക്കനാൽ റിസോർട്ടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിലാണ് അന്വേഷണം. മാത്യു കുഴൽനാടൻ ഉടൻ ചോദ്യം ചെയ്യും. റാഫി കരീം കൊച്ചിയിൽ ചെയ്യുന്നു. റാഫി, എന്താണ് ഇതിന്റെ ഒരു പശ്ചാത്തലം? ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? സുഹേൽ, ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ വാങ്ങിയ റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് ഇപ്പോൾ ED അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. നേരത്തെ വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിനിടയിൽ തന്നെ ED ഇതുമായി ബന്ധപ്പെട്ട ECIR രജിസ്റ്റർ ചെയ്ത് സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിലിപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ED മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഈ മാത്യു കുഴൽനാടന് മുൻപ് ഈ റിസോർട്ടിന്റെ ഉടമകളായിരുന്ന 3 പേരെ ED ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽനാടൻ MLA ഉടൻ തന്നെ ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് മാത്യു കുഴൽനാടൻ MLA-ക്ക് ഉടനെ നൽകും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണം നിലനിൽക്കുന്നുണ്ട്. റിസോർട്ട് വാങ്ങിയതും ഒപ്പം തന്നെ സർക്കാർ ഭൂമി കയ്യേറിയെന്ന് അറിഞ്ഞുകൊണ്ട് റിസോർട്ട് മാത്യു കുഴൽനാടൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഇതിൽ 8, 9, 10 പ്രതികളാണ് നേരത്തെ ഈ റിസോർട്ടിന്റെ ഉടമകളായിരുന്ന 3 പേർ. സ്ഥലം കയ്യേറിയുമായി ബന്ധപ്പെട്ടൊക്കെ വേറെ രീതിയിൽ ഈ റവന്യൂ വകുപ്പിന്റെ അടക്കം പരിശോധനയൊക്കെ നടന്നിരുന്നു. ED ഒരു സ്പെസിഫിക് കേസിലേക്ക് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു ഇതിലുള്ള ED-യുടെ വകുപ്പുകൾ? 2013 ഈ റിസോർട്ട്, ഈ വിവാദമായ റിസോർട്ട് ഇതിന്റെ ഉടമകൾ വാങ്ങുന്നത്. പിന്നീട് ഇതിനോട് ചേർന്നുള്ള 50 സെന്റ് സ്ഥലവും ഈ റിസോർട്ട് ഉടമകൾ കയ്യേറിയിരുന്നു. ഈ കയ്യേറ്റം അറിഞ്ഞുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ ഈ റിസോർട്ട് പിന്നീട് 2022 വാങ്ങുന്നത് എന്നുള്ളതാണ് വിജിലൻസിന്റെ പരാതിയിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് വിജിലൻസ് നടത്തുന്നത്. ഇതിനിടയിലാണ് 6 കോടിയിലധികം രൂപ വരുന്ന റിസോർട്ട് വാങ്ങിയ ഇടപാടിൽ മാത്യു കുഴൽനാടന്റെ സാമ്പത്തിക സ്രോതസ്സുകളും മറ്റും പരിശോധിക്കണമെന്നുള്ള ഒരു പരാതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടും. ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ തന്നെ വിജിലൻസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ECIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. വിജിലൻസിന്റെ പരാതിയിൽ വിജിലൻസ് എടുത്ത കേസിൽ പ്രധാനമായും 420 അടക്കമുള്ള വകുപ്പുകൾ, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, വഞ്ചന കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നത്. പിന്നീട് ഈ കേസിലെ വിജിലൻസ് കേസിലെ 8, 9, 10 പ്രതികൾ, അതായത് റിസോർട്ടിന്റെ മുൻ ഉടമകൾ, ഇവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപെല്ലാം ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മാത്യു കുഴൽനാടനെ കൂടി ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഈ വിവരവും പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഈ വിജിലൻസ് എടുത്ത കേസിൽ അതിന്റെ 1-ാം പ്രതി തഹസിൽദാറാണ്. അതായത് നേരത്തെയുള്ള തഹസിൽദാറാണ് ഈ കേസിൽ 1-ാം പ്രതി. ഷാജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒപ്പം തന്നെ ചിന്നക്കനാലിലെ വില്ലേജ് ഓഫീസർ, ചിന്നക്കനാൽ പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവർ ഈ കേസിൽ പ്രതികളാണ്. ഇവരിലേക്കും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരങ്ങൾ ശേഖരിക്കും എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും മാത്യു കുഴൽനാടിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ, മാത്യു കുഴൽനാടിന്റെ പണമിടപാടുകൾ തുടങ്ങിയവയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ വരിക. റിസോർട്ട് ഇടപാടിന് മാത്യു കുഴൽനാടൻ കള്ളപ്പണം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടക്കും.